അയ്യോ ഹായ്. ഹലോ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടോ ചേട്ടന്? വൈൽഡ്, അതെ വൈൽഡ്, അതെ ഇപ്പോഴാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. വേറെ ഫോട്ടോ ആയിപ്പോലെ. എടാ നിന്നെ നല്ല ഫോട്ടോ കിട്ടി, പിന്നെ നീ എന്തിനാ? ഹായ് ഫ്രണ്ട്സ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരി ട്രിപ്പിന് പോയായിരുന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഇത് ഫസ്റ്റ് ഡേയിലെ വീഡിയോസാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടു നോക്കുക. തിരക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോയിക്കോളൂ. ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ പോണ്ടിച്ചേരി വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഫസ്റ്റ് പോയത് റോക്ക് ബീച്ചിലാണ്, പോണ്ടിച്ചേരിയുള്ള. റോക്ക് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ. അപ്പോഴും തന്നെ ക്യാമറ എടുത്തിട്ട് ചുമ്മാ ഏതെങ്കിലും കാണുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തിട്ട് വെച്ചേ. അപ്പോഴാണ് ഒരു പാവം പട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു. ഇങ്ങനെ ഫ്രണ്ട്സുകൾ 5 പേരായിട്ടാണ് ടോട്ടൽ പോയത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഇങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ചേട്ടനും ഒരു കൈ നോക്കുന്ന കണ്ടത്. പിന്നെ അവരുടെ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി. ഇവിടെയാണെങ്കിൽ നടക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഈ ബീച്ചിൻ്റെ സൈഡൊക്കെ ഒരു ഇത്തിരി ഗോവൻ ടച്ചുള്ള സ്ഥലമാണ് ഈ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടെ ഞങ്ങൾ പക്ഷെ സ്റ്റേ ചെയ്ത സ്ഥലം ഇത്തിരി അത്ര ഒരു നല്ല സ്ഥലമല്ല, ഇത്തിരി അധികം നല്ല സ്ഥലമല്ല. പക്ഷേ ഇങ്ങോട്ട് കുറച്ച് വരുമ്പോൾ കുറേ കൂടെ ബെറ്ററാണ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടുമായിരുന്നു ക്ലൈമറ്റ്. അത് മാത്രമേ പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ. അത് കുറച്ചുകൂടെ ഇവിടെ ഫ്രണ്ടോട്ട് വന്നപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടു. ഈ ചേട്ടൻ ഇതും നല്ലൊരു ഫോട്ടോ ആയിട്ട് തോന്നി. ഇതിനകത്തൊരു ഇത് കണ്ടപ്പോഴും നല്ലൊരു ഫ്രെയിമായിട്ട് തോന്നി. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തേ ഇത്. എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി. അതും ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ. ഇവിടെ നമുക്ക് ഫോറിനേഴ്സിനെ കാണാൻ പറ്റും. ഫോറിനേഴ്സ് അതേപോലെ നോർത്ത് ഇന്ത്യൻസുള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് കാണാം. അപ്പം ഞാനൊക്കെ അതൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു മണി പോലത്തെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. അപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ അക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നു. അക്ഷയ എന്ന് പറയുമ്പോൾ ഫ്രണ്ടാണ്. അതിനായിട്ട് ഇങ്ങനെ അവനെ കളിയാക്കിയൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ഒരു ചുമ്മാ ക്ലിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു വന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോയി. അവനാണെങ്കിൽ അക്ഷയാണെങ്കിൽ എനിക്ക് അവൻ്റെ ഫോണിലൊരു ഫോട്ടോ എടുത്തായിരുന്നു. അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ അത്ര അതിനകത്ത് കാണില്ല ക്ലാരിറ്റി. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ആഡ് ചെയ്തില്ല. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് ഷോപ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുത്തായിരുന്നു. ജസ്റ്റ് കാണാൻ ഒരു രസമൊക്കെ തോന്നിയപ്പോൾ അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്തേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഇവരുടെ ഫോട്ടോ ഒരു ചുമ്മാ ക്ലിക്ക് ചെയ്ത് ഒരു ജസ്റ്റ് ഇവരെ ഒരു ഫോട്ടോ എടുത്തു. അവർ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ സൈഡിൽ പിന്നെ ഒരു കൈ നോക്കുന്ന ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അക്ഷയ് എൻ്റെ ഫോട്ടോ ഒരെണ്ണം എടുത്തായിരുന്നു. എന്നിട്ട് അവൻ എന്നെ കളിയാക്കുക. അങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെന്നെ കളിയാക്കുന്ന വീഡിയോ. പിന്നെ അത് നിന്റെ മുഖമായോണ്ടാണ്. പക്ഷെ ബാക്കി നീ നോക്കി സൂപ്പറാണ്. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിലൊരു ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയപ്പം പയ്യനാണെങ്കിൽ ഷാറുഖ് ഖാൻ്റെ പോസൊക്കെ ഇട്ട് നടന്നു പോകുന്നുണ്ട്. വേണ്ട, അത് ഞാൻ അപ്പോഴൊന്നും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് കണ്ടത്. എന്തായാലും ഞാൻ ഗാന്ധിജിയുടെ ഫോട്ടോസ് എടുത്ത് അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ
അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ജസ്റ്റ് നടന്നു. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ നടന്നൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഈ പോണ്ടിച്ചേരി ഈ ഒരു ഭാഗം. പിന്നെ അത് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ അവരറിയാതെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് അവരെന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാനിങ്ങനെ പോയപ്പം ഈ ഒരു ലൈൻ ഇങ്ങനെ നേരെ പോകുന്നുണ്ട്. അതൊരു രസമായിട്ട് തോന്നി. പിന്നെ ആ ഒരു ഫോട്ടോയും കൂട്ടി എടുത്തു. ഒരു ശരിക്കും അതൊരു രസമാണ് ആ വഴി ഇങ്ങനെ നടക്കാൻ. ഉടനെ അക്ഷയുടെ എപ്പോഴും ഒരു ഫോട്ടോ എടുക്കണം. പറ ഈ വീഡിയോയിൽ തന്നെ കാണും ഒരു 1000 ഫോട്ടോ. പിന്നെ അവൻ്റെ സമാധാനത്തിന് വേണ്ടി എടുത്തു. പക്ഷേ ഈ ഫോട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഈ ഫോട്ടോ ഒക്കെ നല്ല രസമായിട്ട് തോന്നി എനിക്ക്. ഉള്ളതുണ്ടല്ലോ ബാക്കിൽ ഗാന്ധിജിയുണ്ട്. പിന്നെ എത്രയൊക്കെ നല്ല ഫോട്ടോ എടുത്താലും പയ്യനെ തൃപ്തിയാവില്ല. അത് പിന്നെ നമ്മൾ നല്ല ഫോട്ടോ പിന്നെ എടുക്കണമെന്നാണ് അവൻ്റെ ഒരു ഇത്. പിന്നെ കുറേ പേര് ഇങ്ങനത്തെ കുറേ കസേരകളുണ്ട്. അവരുടെ ഇങ്ങനെ ഒരു ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ട്. അവർക്ക് പലർക്കും പല ഇമോഷൻസാണ്. ചിലർ ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്, ചിലവർക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇത്തിരി സാഡായിട്ടൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ചില ഫാമിലിയായിട്ട് വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ പോകെ ഇങ്ങനെ കുറേ ഫോട്ടോ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ ശരി നല്ലൊരു ഫീലുള്ള ഫോട്ടോയാണ്. അവരുടെ ലൈഫ് കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മറന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബീച്ച് വന്ന് ഞാനും ഇരിക്കാറുണ്ട്. ഇതേപോലെ ബീച്ചിലൊക്കെ വന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ വിഷമമോ എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലസൻറ്റ് ആയിട്ടൊരു സമാധാനമൊക്കെ തോന്നും നമുക്ക്. അങ്ങനെ ഇവിടെ കുറേ പേരൊക്കെ ഇരിപ്പുണ്ട്, കുറേ ഭാഗങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് അവിടുത്തെ എന്തോ ഒരു മുനിസിപ്പാലിറ്റിയുടെ എന്തോ ഒരു ഇതാണ്. അപ്പം അതും ഒരു ഫോട്ടോ എടുത്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഇരിക്കുന്നവരുടെ കുറേ ഫോട്ടോസ് ഞാൻ എടുത്തെന്നു. ഇതൊക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ്. 2 ജനറേഷനുള്ള ഒരാൾക്കാരാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും മേ ബി അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു ഈവനിങ് എൻജോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇപ്പുറത്ത് വന്നപ്പോൾ ഈ ചേട്ടനെയും കണ്ടു. ഈ ചേട്ടൻ ഒറ്റയ്ക്കായിരിക്കണം. എനിക്ക് ഇത്തിരി സാഡായിട്ടിരിക്കും പോലെ തോന്നി ആ ചേട്ടൻ. നമുക്കറിയില്ല അവർ വിഷമിച്ചിട്ടാണോ ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എന്ത് കണ്ടപ്പം തോന്നിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഈ ചേട്ടനെ കണ്ടു. ഈ ചേട്ടനും ഇതേപോലെ ഇപ്പോഴും അവർ വേറെ ഫോട്ടോ എടുക്കും. ആ ചേട്ടനും ഇതേപോലെ ഒറ്റയ്ക്കായിരിക്കണം. പക്ഷെ എന്തോ അത് നല്ല ഫോട്ടോസായിട്ട് എനിക്ക് തോന്നി. കുറേ ഇമോഷൻസ് ഇപ്പൊ അക്ഷയോട് വഴക്കിടുക. അവനാണെങ്കിൽ ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കണം. ഞാൻ പറയില്ലേ, ഫോട്ടോസ് എടുത്തതിനൊന്നും അവന് തൃപ്തിയില്ല. അതിനിങ്ങനെ സങ്കടം പറയുന്നതിന് ദേഷ്യപ്പെട്ടപ്പം ചിരിച്ചോണ്ട് പോകുന്നു. ഇവിടെ അവനൊരു സൈഡിലൊരു കഫേയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ കുറേ നാൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കഫേ എന്തോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പയ്യന് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ പഠിച്ചോണ്ടാണ് വന്നേക്കുന്നത് ഓരോ കാര്യങ്ങളെ. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. പിന്നെ അവൻ്റെ ഒരു ഫോട്ടോ അവനവിടെ പോയി ചാരി കിടക്കുന്ന ഒരു ഫോട്ടോ അതും കൂടെ എടുക്കേണ്ടി വന്ന്. ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് മാറ്റി ചെയ്യാം. പിന്നെ അത് ഞാൻ കുറച്ചും കൂടെ വന്നപ്പോഴേ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഒരു നല്ലൊരു രസമുള്ളൊരു സീനറി പോലെ തോന്നും. 2 ബിൽഡിങ്, അതിൻ്റെ നടുക്കിലൊരു പ്രതിമയുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി ഇരിപ്പുണ്ട്. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ വന്നൊരു ഫോട്ടോയാണ്. അതെടുത്ത് കഴിഞ്ഞപ്പോൾ സാറ് അവിടെ ചുമ്മാ ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഞങ്ങളുടെ സാറാണ്, ഞങ്ങളുടെ പഴയ കമ്പനിയിലെ എൻ്റെ മാനേജറാണ്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഒരുമിച്ച് ട്രിപ്പിന് വന്നത്. സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ഇത് അമലാണ്. നമ്മുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ
ഒരുമിച്ച് വർക്ക് ചെയ്തേ. ഹലോ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. അവൻ നിന്നപ്പോൾ അവൻ്റെ 2 ഫോട്ടോ എടുത്തു. ഇത് നല്ല രസമുണ്ട് ഈ ഫോട്ടോ കാണാൻ. ഇതാ ഫ്രണ്ട് ഇരിക്കുന്നവനാണ് അരുൺ. അവനാണ് ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോജനിക്കാണ്. പക്ഷെ അവൻ ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഒന്നും ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റൊന്നും ചെയ്തൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ എല്ലാ ഫോട്ടോയ്ക്കും നിൽക്കുന്നവനാണ്. ഒരിത്തിരി ഫോട്ടോയിലൊക്കെ നല്ലൊരു ഫേസൊക്കെ ഉള്ള ഒരാളാണ്. ഫോട്ടോയിലൊക്കെ നല്ല കുറച്ച് അവൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ട്. അത്ര നല്ല ഫോട്ടോസൊക്കെ അവൻ്റെ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇത്തിരി പോസ് ചെയ്യാനൊക്കെ അറിയുന്ന ആളാണ്. ഈ ചേട്ടനും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഈ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ. പാവച്ചേട്ടൻ ഇതേപോലെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. അത് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമുണ്ട്. ഈ മരവും ഈ റോഡും ഇതൊക്കെ നല്ലൊരു ഏരിയ. പക്ഷെ ചൂടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഇത് മാത്രം ഒരു ഇത്തിരി അൺസൈക്കബിളായിരുന്നു. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് വലിയ സീനില്ല, നമുക്ക് കുഴപ്പമില്ലാതൊക്കെ പോകാനൊക്കെ പറ്റും. പിന്നെ അങ്ങനെ നടന്ന് വന്നപ്പം ഓൾറെഡി ഇവരങ്ങ് പോകായിരുന്നു. ഞാൻ വേറെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അപ്പുറം സൈഡിൽ നിന്നപ്പോൾ ഇവരങ്ങ് പോകായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇവരുടെ ഒരു ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ 5 പേരായിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. അങ്ങനെ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ബാക്കിൽ ഒരു ഫാമിലി ഇതേപോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ചെയറിൽ അങ്ങനെ അവരിരിപ്പുണ്ട്. അവരുടെ ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പം അത് കണ്ടപ്പം പിന്നെ അവരുടെ ഫോട്ടോസ് ഞാൻ എടുത്തു. അത് നല്ല ഫോട്ടോ ആയിട്ട് തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പം ഒരു സ്റ്റാച്ചു കണ്ട്. ഈ പുള്ളിനെ എനിക്ക് കറക്റ്റ് അറിയില്ല പേര്. അക്ഷയ്ക്ക് അറിയായിരുന്നു പേര്. എന്തായാലും ഞാൻ ആ ഫോട്ടോ അല്ല സ്റ്റാച്ചുവിനെ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഞാൻ. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം പോയ അറവില് പോയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ. തടാ. അരുണേ.